ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിന് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. LPG ചാർജ്, ഇന്ധനച്ചെലവ് തുടങ്ങിയവയുടെ പേരിൽ ഉപഭോക്താക്കളിൽ നിന്ന് അധിക തുക ഈടാക്കരുതെന്ന് ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും കേന്ദ്ര നിർദ്ദേശം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചിത്രം ഇന്ന് വ്യക്തമാകും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ അവസാനിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. 3 മുന്നണികളുടെയും മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത്. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. സാഫ് അണ്ടർ-20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിന് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങളും ആശങ്കകളും പരിഹരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. വെടിനിർത്തൽ ശ്രമങ്ങൾക്കായുള്ള അമേരിക്കയുടെ 15 നിർദ്ദേശം ഇറാൻ നിരസിച്ചു. പകരം ഇറാൻ 5 നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ചു. വിഷയത്തിൽ ചർച്ച തുടരുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. രാജ്യത്ത് മതിയായ അളവിൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും 26 കോടി ടൺ അസംസ്കൃത എണ്ണ ശുദ്ധീകരിക്കാൻ ശേഷിയുണ്ടെന്നും കേന്ദ്ര സർക്കാർ. കിംവദന്തികളിൽ വിശ്വസിക്കരുതെന്നും പരിഭ്രാന്തി വേണ്ടെന്നും സർക്കാർ അഭ്യർത്ഥിച്ചു. പെട്രോൾ, ഡീസൽ വിലയിൽ വർധന ഉണ്ടായിട്ടില്ലെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. LPG ചാർജ്, ഇന്ധനച്ചെലവ് തുടങ്ങിയവയുടെ പേരിൽ ഉപഭോക്താക്കളിൽ നിന്ന് അധിക തുക ഈടാക്കരുതെന്ന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും നിർദ്ദേശം നൽകി. ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും നിയമലംഘനം ഉചിതമായി കൈകാര്യം ചെയ്യുമെന്നും അതോറിറ്റി അറിയിച്ചു. 1915 എന്ന നമ്പറിൽ വിളിച്ചോ NCH മൊബൈൽ ആപ്പ് വഴിയോ ജാഗ്രതി പോർട്ടൽ വഴിയോ ഉപഭോക്താക്കൾക്ക് പരാതി നൽകാം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ LPG ഉപഭോക്താക്കൾക്കായി നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കരിഞ്ചന്ത, അധിക വില ഈടാക്കൽ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കാൻ ജില്ലകളിൽ നമ്പറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. LPG വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഏകോപിപ്പിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സമിതി രൂപീകരിച്ചു. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും 4 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനുമുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ഇവിടെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ അവസാനിക്കും. മത്സര രംഗത്തെക്കുറിച്ചുള്ള കൃത്യമായ ചിത്രം ഇന്ന് വ്യക്തമാകും. അടുത്ത മാസം 9-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലായി ഇതുവരെ 21 സ്ഥാനാർത്ഥികളാണ് പത്രിക പിൻവലിച്ചിട്ടുള്ളത്. ആകെ 1748 പത്രികകളാണ് സ്വീകരിച്ചിരുന്നത്. പ്രചാരണം ഊർജിതമാകുന്നതിനിടെ വിവിധ ഏജൻസികളുടെ പരിശോധനകളും ശക്തമാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലെ വോട്ടിംഗ് മെഷീൻ സ്വീകരണ വിതരണ കേന്ദ്രങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ കൂടിയായ ജില്ലാ കളക്ടർമാർ സന്ദർശിച്ചു. ഇന്ന് പത്രിക പിൻവലിക്കൽ പൂർത്തിയാകുന്നതോടെ ബാലറ്റ് തയ്യാറാക്കാനുള്ള നടപടികൾക്കും തുടക്കമാകും. 85 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൌരന്മാർ, ഭിന്നശേഷി വോട്ടർമാർ എന്നിവർക്കുള്ള വീട്ടിലെ വോട്ടിംഗ് മാർച്ച് 30-നാണ് ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഉച്ചസ്ഥായിയിൽ. LDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയന്റെ എറണാകുളം ജില്ലയിലെ പര്യടനം തുടരുന്നു. നാളെ അദ്ദേഹം തൃശൂരിൽ വിവിധ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരും പാലക്കാടും പ്രചാരണത്തിനെത്തും. കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി ഇന്ന് കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഇന്ന് കണ്ണൂർ ജില്ലയിൽ UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. UDF പ്രചരണാർത്ഥം കോൺഗ്രസ് ദേശീയ നേതാവ് സച്ചിൻ പൈലറ്റും സംസ്ഥാനത്തുണ്ട്. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വന്യമൃഗശല്യവും നെറ്റ്വർക്ക് പരിമിതികളും കണക്കിലെടുത്ത് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇടമലക്കുടിയിൽ കുറ്റമറ്റ രീതിയിൽ വോട്ടെടുപ്പ് പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലാ ഭരണകൂടം. 3 പോളിംഗ് ബൂത്തുകളാണ് പഞ്ചായത്തിൽ ക്രമീകരിക്കുന്നത്. മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമായുള്ള ഹോം പോളിംഗ് നടപടികൾ ഉടൻ ആരംഭിക്കും. രാജമല പെട്ടിമുടിയിൽ നിന്നും 17 കിലോമീറ്റർ ഉൾവനത്തിലാണ് ഈ പ്രദേശം. വന്യമൃഗശല്യം, ആശയവിനിമയ സൗകര്യങ്ങളുടെ കുറവ് എന്നിവ പരിഹരിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കും. ഇടമലക്കുടി പഞ്ചായത്തിൽ നിലവിൽ 14 വാർഡുകളാണുള്ളത്. ആകെയുള്ള 1800ഓളം വോട്ടർമാരിൽ 900-ലധികം പുരുഷന്മാരും 800-ലധികം സ്ത്രീകളുമുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെയും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നതും അപകീർത്തികരവുമായ രീതിയിൽ സമൂഹമാധ്യമമായ എക്സിൽ പ്രചരിച്ച AI വീഡിയോയ്ക്കെതിരെ നടപടിയെടുത്ത് കേരള പോലീസ്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാനും സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പിനെ ബാധിക്കാനുമുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി. കായംകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെയുണ്ടായ അധിക്ഷേപകരമായ പരാമർശത്തിൽ കേസെടുക്കാൻ ജില്ലാ കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകി. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. വിഷയത്തിലെ മാധ്യമ വാർത്തകളും സമൂഹമാധ്യമ പോസ്റ്റുകളും പരിശോധിച്ച ശേഷമാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 29-ന്. പരിപാടിയുടെ 132-ാം പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ അറിയിക്കാം. എറണാകുളം ആലുവയ്ക്കടുത്ത് എടയാറിൽ വൻ തീപിടുത്തം. ഓയിൽ കമ്പനിയിലെ ബോയിലറിനാണ് തീപിടിച്ചത്. ബോയിലർ നിർത്തിവെക്കാൻ ശ്രമിക്കുന്നതിനിടെ തൊഴിലാളി പൊള്ളലേറ്റ് മരിച്ചു. ബിനാനിപുരം പോലീസ് തുടർ നടപടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. പുറത്തേക്കിറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കണമെന്നും നിർദ്ദേശം. പാലക്കാട് ജില്ലയിൽ പകൽ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ജില്ലയിൽ ഉയർന്ന ചൂട് ഇന്നലെ 38.2 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു. മലമ്പുഴയിൽ 38.6 ഡിഗ്രിയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ഇവിടെ ഈ വർഷം രേഖപ്പെടുത്തിയ ഉയർന്ന ചൂടാണ് ഇത്. വരും ദിവസങ്ങളിലും ചൂട് ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിലാണ് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ വെയിൽ നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാഫ് അണ്ടർ-20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പുരുഷ ടീം ഇന്നിറങ്ങും. മാലയിൽ നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാനാണ് എതിരാളികൾ. ശനിയാഴ്ച 2ാം മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ 2 മത്സരങ്ങൾ മാത്രമുള്ളതിനാൽ ഇന്ത്യയ്ക്ക് സെമി ഫൈനലിൽ സ്ഥാനം ഉറപ്പാക്കാൻ ജയം അനിവാര്യമാണ്. പ്രശസ്ത നടനും സംവിധായകനുമായ E.A. രാജേന്ദ്രൻ അന്തരിച്ചു. കൊല്ലം പട്ടത്താനത്തെ വസതിയിലായിരുന്നു അന്ത്യം. നടനും MLA-യുമായ M. മുകേഷിന്റെ സഹോദരി ഭർത്താവാണ്. സംസ്കാരം നാളെ ജന്മനാടായ തൃശൂർ തൃത്തല്ലൂരിൽ നടക്കും. നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഈ വർഷത്തെ ശ്രീ സ്വാതി തിരുനാൾ സംഗീതോത്സവം ഇന്ന് സമാപിക്കും. ഇന്ന് ഡോക്ടർ ആനയടി C. ധനലക്ഷ്മി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി നടക്കും. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലാണ് പരിപാടി. പത്തനംതിട്ട കോന്നിയിൽ തെരുവുനായ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. വള്ളിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. സ്വർണ്ണവില കുറഞ്ഞു. പവന് 480 രൂപ കുറഞ്ഞ് 1,07,720 രൂപയും ഗ്രാമിന് 13,465 രൂപയുമാണ് ഇന്നത്തെ വില. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ സമൂഹമാധ്യമത്തിൽ അപകീർത്തികരമായ പോസ്റ്റിട്ട കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞു. കാപ്പ കേസ് പ്രതിയും പെരിന്തൽമണ്ണ സ്വദേശിയുമായ മുഹമ്മദ് റോഷൻ ആണ് സംഭവത്തിന് പിന്നിൽ. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിന് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. LPG ചാർജ്, ഇന്ധന ചെലവ് തുടങ്ങിയവയുടെ പേരിൽ ഉപഭോക്താക്കളിൽ നിന്ന് അധിക തുക ഈടാക്കരുതെന്ന് ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും കേന്ദ്ര നിർദ്ദേശം. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചിത്രം ഇന്ന് വ്യക്തമാകും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ അവസാനിക്കും. തിരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. 3 മുന്നണികളുടെയും മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത്.
സംസ്ഥാനത്ത് താപനില ഉയരുന്നു. അൾട്രാ വയലറ്റ് സൂചിക ഉയർന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. സാഫ് അണ്ടർ-20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.